ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2011 പുറത്തിറങ്ങിയ ദ റിവർ മർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ക്രൈം ത്രില്ലർ മൂവീസ് കാണുമ്പോൾ ഒരു ഹീറോ, ഒരു വില്ലൻ. ഈ ഒരു ഹീറോ ആണെങ്കിൽ അവസാനം നമ്മുടെ വില്ലനെ എങ്ങനെ കണ്ടുപിടിച്ച് കൊല്ലുന്നു, ഇതാണ് നമ്മൾ മെയിനായിട്ട് കണ്ടുവരുന്നത്. ആ ഒരു രീതിയിൽ വലിയ മാറ്റം വരുമെന്നല്ല, അതേ രീതി തന്നെയാണ് ഈ ഒരു മൂവിയിലും. പക്ഷേ ഈ ഒരു മൂവിയിൽ നമ്മൾ കണ്ടുവരുമ്പോഴത്തേക്കും ഹീറോ ചെയ്തതാണോ ശരി, ഇനി വില്ലൻ ചെയ്യുന്നതാണോ ശരി എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. അമ്മാതിരി കാര്യമാണ് നമ്മുടെ ഹീറോ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ കണ്ട് മനസ്സിലാകാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു ചെറിയ ആറിങ്ങനെ കാണിക്കുകയാണ്. ആ ഒരു ആറിൻ്റെ സൈഡിലാണെങ്കിൽ ഒരു സ്ത്രീയുടെ ശരീരം അങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ജാക്ക് അവൻ്റെ ഭാര്യയായിട്ടുള്ള നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ അന്നയോടൊപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും കല്യാണമായിട്ട് 8 വർഷമായി. ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്ന ആ ഒരു സമയം മുതൽ തന്നെ അന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഹീറോ ജാക്ക് ഈ കൊലക്കേസെല്ലാം അന്വേഷിക്കുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ ഹീറോ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ജാക്കിൻ്റെ അടുത്തേക്ക് ഒരു ലേഡി പോലീസ് ഓഫീസർ വരാണ്. അവളുടെ പേര് ജെന്നി എന്നാണ്. അങ്ങനെ ജെന്നി ഇപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ ഒരു ലേഡിയുടെ ശരീരം ആ ഒരു ആറിൽ കിടക്കുന്നത് കണ്ടിരുന്നല്ലോ, ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതുമല്ല അവിടെ മരിച്ചു കിടക്കുന്ന ആ ഒരു സ്ത്രീ ആണെങ്കിലും ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, പക്ഷേ വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് പറഞ്ഞ് ജെന്നി അവനെ വിളിച്ച് നേരെ ക്രൈം സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ മരിച്ചു കിടക്കുന്ന ആ ഒരു പോലീസുകാരി ഉണ്ടല്ലോ, ആ ഒരു ലേഡിയും നമ്മുടെ ഹീറോ ജാക്ക് തമ്മിൽ 12 വർഷങ്ങൾക്ക് മുന്നേ ഒരു അഫയർ ഉണ്ടായിരുന്നു. അതിൽ പല കളികളും നടന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ആ ഒരു സമയത്താണ്. ഇപ്പോൾ ആ ഒരു പോലീസുകാരി വേറൊരാളെ കല്യാണം കഴിച്ച് നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഇതിനെപ്പറ്റി ഇവർ രണ്ടുപേരും സംസാരിച്ചിട്ട് അങ്ങനെ പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. മരിച്ചുപോയ ആ ഒരു ലേഡി പോലീസുകാരിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതാണല്ലോ, അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ വെഡ്ഡിങ് റിങ് എന്തായാലും ഉണ്ടായിരിക്കണം. പക്ഷെ അവരുടെ കയ്യിലാണെങ്കിൽ ആ ഒരു വെഡ്ഡിങ് റിങ് കാണാനില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരിക്കുന്നതിന് മുന്നേ ആ ഒരു ലേഡിയെ റേപ്പ് ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ ഈ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു തുണ്ട് തുണി പോലുമില്ല. അതുമല്ല ആ ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളാണെങ്കിൽ ഈ ഒരു ആറിൻ്റെ കുറച്ച് ദൂരെയായിട്ടുള്ള ഒരു പാലത്തിനടിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം ആ ഒരു പോലീസ് ചീഫ് നമ്മുടെ ഹീറോയോട് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ആ ഒരു പാലത്തിനടിയിൽ നിന്ന് ഡ്രസ്സ് കിട്ടിയത് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇവരും തമ്മിൽ ആ ഒരു കളികളെല്ലാം നടന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നതും മനസ്സിലായല്ലോ. അവർ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്നത് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ ഹീറോ പറയുന്നതും ഇപ്പൊ കറക്റ്റായിട്ട് ഈ ഒരു സ്ത്രീയെ അവിടെ തന്നെ എങ്ങനെയാണ് കൊന്നിട്ടിട്ടുള്ളതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചീഫ് പറയും, ഓക്കെ ജാക്ക്, നിനക്കൊരു കാര്യം അറിയാലോ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ നിയമങ്ങൾ, നീ ഇവളായിട്ട് അഫെയറിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് ചേർന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഇവളുടെ ശരീരവും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നീയും ഈ ഒരു കൊലയിൽ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് എനിക്കറിയാം നീ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ലാന്ന്, പക്ഷേ റൂൾസ് അതേപോലെ തന്നെ നോക്കണം. അതുകൊണ്ട് വിചാരണ എല്ലാം തീരുന്നത് വരെ നിന്റെ തോക്കും ബാഡ്ജും അതെന്റെ കയ്യിൽ തന്നിട്ട് ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് നീ നല്ലതുപോലെ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ ചീഫ് പറഞ്ഞുവിടാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന നമ്മുടെ ഹീറോ ആണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങനെ കുറെ നേരം ആലോചിച്ചിരുന്ന് അടുത്ത ദിവസം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അന്നയോടും പറഞ്ഞിട്ട് ഒരു ജോഗിങ് പോകാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ജോഗിങ്ങിന് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഹീറോയ്ക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അച്ഛനും അമ്മയും മറ്റൊരു നാട്ടിലാണ് ജീവിക്കുന്നത്. അതിൽ ഹീറോയുടെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയെന്നുള്ള കാര്യം അന്ന അവനോട് പറയുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോൾ മറ്റൊരു നാട്ടിൽ ജീവിക്കുന്ന അവൻ്റെ അച്ഛനോടൊപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഹീറോയുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന ആ ഒരു വീടിനടുത്തായിട്ട് തന്നെ ഒരു വലിയ ആറുണ്ട്. ആ ഒരു ആറിന് നടുവിലായിട്ട് തന്നെ ഒരു വലിയ പാലവും അത് ക്രോസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ 30 വർഷമായിട്ട്. പക്ഷെ ഇന്നലെ ആണെങ്കിൽ മഴ നല്ലതുപോലെ പെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു പാലം കടന്ന് പോകുമ്പോൾ കാല് സ്ലിപ്പായിട്ട് ഈ ഒരു ആറിലേക്ക് വീണ് മരിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് പറയുന്നതും. അങ്ങനെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയുടെ അമ്മയുടെ ആ ഒരു ഫ്യൂണറൽ നടക്കുകയാണ്. അങ്ങനെ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് ഹീറോ അങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ആദ്യം മരിച്ച ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരുടെ കേസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹീറോയുടെ DNA സാമ്പിൾ എടുക്കാൻ വേണ്ടി ഇവിടേക്ക് ഇപ്പോൾ ആ ഒരു മൊട്ട ഓഫീസർ ഇങ്ങനെ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ DNA സാമ്പിളും അതേപോലെ തന്നെ ആദ്യം മരിച്ച ആ ഒരു ലേഡിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു DNA സാമ്പിളും നമ്മുടെ ഹീറോ ഈ ഒരു കേസിലുണ്ടോ ഇല്ലയെന്ന് അതിനു വേണ്ടിയിട്ട് ആ ഒരു ചീഫ് ഇവിടേക്ക് വരുന്നത് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം നമ്മുടെ ഹീറോയുടെ അമ്മയുടെ ഫ്യൂണറലി ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് പോലും ആയില്ല, അതിന് മുന്നേ തന്നെ മൊട്ട DNA എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഹീറോയ്ക്ക്
എന്തായാലും ദേഷ്യം ഉണ്ടാകത്തില്ലേ? അങ്ങനെ അന്ന് രാത്രി തന്നെ നമ്മുടെ ജാക്ക് അന്നയോട് ഇങ്ങനെ പറയാണ്, എൻ്റെ അച്ഛൻ അമ്മയില്ലാതെ ഇനി എങ്ങനെ ജീവിക്കുമെന്തോ എന്നുള്ള രീതിയിൽ ഹീറോ ഒരുപാട് വിഷമിച്ചിട്ട് അന്നയോട് ഇങ്ങനെ സംസാരിക്കുന്ന അതേ സമയത്ത് ഈ ഒരു നാട്ടിലെ ഒരു പോലീസുകാരൻ രാത്രി സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. ഫ്യൂണറലിന് രാവിലെ വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെ രാത്രി വന്നൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്നതിന് ശേഷം അയാൾ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു നാട്ടിൽ നടക്കുന്ന. അത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ വീണ്ടും ഷോക്കാവുകയാണ്. എന്താണെന്ന് വെച്ചാൽ 2-3 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു നാട്ടിൽ ഒരു ആറില് ഒരു സ്ത്രീയുടെ ശരീരം ഇവർക്ക് കിട്ടിയിരുന്നു. ആ ഒരു സ്ത്രീയുടെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഇവർ പരിശോധിക്കുമ്പോൾ അതാരാണെന്ന് അവർക്ക് മനസ്സിലായി. അതാരാണെന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നതും, എൻ്റെ മോനെ ഇവിടെയാണ് ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ആദ്യം മരിച്ച ആ ഒരു സ്ത്രീക്ക് നമ്മുടെ ഹീറോ ആയിട്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ, അതിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ രണ്ടാമത് മരിച്ച ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുമായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതുമല്ലാതെ നമ്മുടെ ഹീറോയും രണ്ടാമത് മരിച്ച ഈ ഒരു സ്ത്രീ സെക്കൻഡ് വിക്ടിം, അവർ രണ്ടുപേരും റിലേഷനിൽ ഇരിക്കുന്ന ആ ഒരു സമയത്ത് രണ്ടുപേരും എവിടെ നിന്നാണോ റൊമാൻറ്റിക് ആയിട്ടിരുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് രണ്ടാമത്തെ ആ ഒരു സ്ത്രീയെ കൊന്നിട്ടിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ ഒരു സംശയം, ആദ്യത്തെ സ്ത്രീയെ കൊന്ന അതേ ആള് തന്നെയായിരിക്കോ ഈ ഒരു സ്ത്രീയെ കൊന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു സംശയം നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ തോന്നാൻ തുടങ്ങി. അങ്ങനെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പോലീസുകാരനോടൊപ്പം നമ്മുടെ ഹീറോ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീയുടെ ശരീരം കിട്ടിയടുത്ത് നിന്ന് തന്നെ കില്ലർ വിട്ടിട്ട് പോയിട്ടുള്ള ഒരു നോട്ടും ഇവർക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ പോലീസുകാരൻ ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നതും അതിലെന്താണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് അറിയത്തില്ല. പക്ഷേ കാണുമ്പോഴത്തേക്കും എന്തോ ബൈബിളിലെ വാചകങ്ങൾ പോലെ തോന്നുന്നുണ്ട്. അതുപോലെ അതിന്റെ താഴെയായിട്ട് എലീജ എന്ന് പറഞ്ഞിട്ട് ഒരു പേരും കില്ലർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടതിന് ശേഷം നമ്മുടെ ഹീറോ നേരെ ആ ഒരു മോർച്ചറിയിലേക്ക് ചെല്ലുമ്പോൾ ഹീറോ വിചാരിച്ചതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ഈ ഒരു സ്ത്രീക്കും കല്യാണം കഴിഞ്ഞിരുന്നു, പക്ഷെ അവരുടെ കയ്യിലും ആ ഒരു വെഡ്ഡിംഗ് റിങ് കാണാനില്ല. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീയെയും കൊല്ലുന്നതിന് മുന്നേ റേപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ത്രീയെ കൊന്ന അതേ കില്ലർ തന്നെയാണ് ഈ ഒരു സ്ത്രീയെ കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആ ഒരു പോലീസുകാരനോട് നമ്മുടെ ഹീറോ അങ്ങനെ പറയുന്നതും, രണ്ടാമത് മരിച്ച ഈ ഒരു സ്ത്രീയുടെ ശരീരം പരിശോധിക്കുന്ന ആ ഒരു ഡോക്ടർ ഇപ്പോൾ അവരുടെ സ്വകാര്യ ഭാഗത്ത് നിന്നും ആ ഒരു വെഡ്ഡിംഗ് റിങ് അങ്ങനെ എടുക്കുന്നതും, ഈ ഒരു സ്ത്രീയുടെ ശരീരഭാഗത്ത് മോതിരം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കൊന്ന ആ ഒരു സ്ത്രീയുടെ വിവാഹ മോതിരവും അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ തന്നെയായിരിക്കും വെച്ചിട്ടുള്ളത് എന്ന് നമ്മുടെ ഹീറോ മനസ്സിലാക്കും. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയുടെ ഡിപ്പാർട്ട്മെന്റിലെ ഹീറോ വിളിച്ച് പറയുന്നതും, ആദ്യം മരിച്ച ആ ഒരു സ്ത്രീയുടെ ശരീരം അവർ പരിശോധിക്കുമ്പോൾ ഈ സെക്കൻഡ് വിക്ടിമിന്റെ ഏത് ശരീരഭാഗത്ത് നിന്നാണോ ആ ഒരു വെഡ്ഡിംഗ് റിങ് കിട്ടിയത് അതേപോലെ തന്നെ ഫസ്റ്റ് വിക്ടിമിന്റെയും പ്രൈവറ്റ് പാർട്ടിൽ നിന്നും ആ ഒരു വെഡ്ഡിംഗ് റിങ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 2 സ്ത്രീകളെ കൊന്നിട്ടുള്ളതും ഒരേ കില്ലർ തന്നെയാണ്. അതുമല്ല രണ്ടുപേരും നമ്മുടെ ഹീറോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ എന്തെന്നില്ലാത്തൊരു പേടി. അതുമല്ലാതെ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ അമ്മയും മരിച്ചു പോയിട്ടുണ്ട്. 30 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ആ ഒരു പാലം കടന്നുപോയ സ്ത്രീ ഇപ്പോൾ മാത്രം എങ്ങനെയാ കാല് വഴുതി ആ ഒരു പുഴയിലേക്ക് വന്ന് വീഴുന്നത് എന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒരു സംശയം. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെയും ആ ഒരു കില്ലർ കൊന്നിരിക്കോ. നേരെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ലച്ച ഞാൻ കുഞ്ഞുനാൾ മുതലേ നോക്കുന്നു, നിങ്ങളുടെ കയ്യിൽ വെഡ്ഡിംഗ് റിങ് കാണാനില്ലല്ലോ, അതെന്താ ധരിക്കാതെ എന്നില്ല ചോദിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ പറയും, ഈ വെഡ്ഡിംഗ് റിങ് അതൊരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വെറുതെ ഇടുന്നതല്ലേ, അതില്ലാന്നുണ്ടെങ്കിലും നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഞങ്ങളെ നല്ലതുപോലെ തന്നെ അറിയാം, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും വെഡ്ഡിംഗ് റിങ് ദേ ആ ഒരു മേശയിൽ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ നേരെ അവിടേക്ക് ചെന്നിട്ട് ആ ഒരു മേശ തുറന്ന് നോക്കുന്നതും അതിനകത്ത് രണ്ടുപേരുടെയും വെഡ്ഡിംഗ് റിങ് കണ്ട് അപ്പോൾ നമ്മുടെ ഹീറോ ചിന്തിച്ചതുപോലെ എന്തായാലും ആ ഒരു കില്ലർ ഹീറോയുടെ അമ്മയെ കൊന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ ഹീറോ ആയിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയാണ് ആ ഒരു കില്ലർ കണ്ടുപിടിച്ച് കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഭാര്യയും ഇപ്പോൾ സേഫ് ആവാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് ജാക്ക് നേരെ അന്നേരെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു തോക്ക് അവളുടെ കയ്യിൽ കൊടുത്ത് ഈ FBI ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഹീറോ അവിടേക്ക് പോവാണ്. അതേസമയം മറ്റൊരിടത്ത് ലേഡി പോലീസുകാരിയായിട്ടുള്ള ജെന്നി ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവൾക്ക് വലിയ രീതിയിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവൾ പുതിയ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ഒരു കോഫി ഷോപ്പിൽ വെച്ചിട്ട് ഒരുത്തനോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും അവൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരു മരത്തലേന് എന്തായാലും അവൾക്ക് സെറ്റ് ആവത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ജെന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഈ കോഫി ഷോപ്പിൽ തന്നെ മറ്റൊരു സീറ്റിലിരുന്ന ഒരുത്തൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയവൻ അതോടെ നിർത്തുന്നില്ല, അവിടെ നിന്ന് നേരെ ഒരു മസാജ് പാർലറിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഓണറായിട്ടുള്ള ലേഡിയുണ്ട്, അവരെ കണ്ട്, അതൊരു ജാപ്പനീസ് ലേഡിയാണ്, അവരെ കണ്ടിട്ട് അവർ തന്നെ ഇവന് മസാജ് ചെയ്ത് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നു. അപ്പോഴേക്കും ആ ഒരു ലേഡി പറയും, സോറി സാർ, ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇപ്പോൾ ഈ ഒരു മസാജ് പാർലറിൻ്റെ ഓണറേ ഞാനാണ്, ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ വേറെ ഒരുപാട് സ്ത്രീകളുണ്ട്, അവരാരെങ്കിലും പോലെയെന്ന് ചോദിക്കുന്നതും അവിടെ വന്നവൻ പറയും, ഇല്ല നിങ്ങൾ തന്നെ മസാജ് ചെയ്താലേ ശരിയാവത്തുള്ളൂ, നിങ്ങൾ അത്ര നല്ല രീതിയിൽ മസാജ് ചെയ്യുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ പേരിങ്ങനെ പറയുന്നതും ആ ഒരു ലേഡി വിട്ടെന്ന് പറയും, ഓ ജാക്കാണല്ലേ നിങ്ങളിവിടെ പറഞ്ഞു വിട്ടത്,
ഓക്കെ ഓക്കെ ശരി ശരി എനിക്കിപ്പോൾ മനസ്സിലായി, ജാക്കിന്റെ ഫ്രണ്ട് ആണല്ലേ എന്നും പറഞ്ഞ് അവനെ വിളിച്ചിട്ട് മസാജ് ചെയ്യാനായിട്ട് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതേസമയം ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ, ജെന്നി, അതേപോലെ തന്നെ അവരുടെ ചീഫ്, അതേപോലെ തന്നെ മറ്റൊരു വശത്ത് നമ്മുടെ ഹീറോയെ ചോദ്യം ചെയ്യാനായിട്ട് വന്ന ആ ഒരു FBI ഓഫീസർ. അപ്പോൾ അയാൾ ചോദ്യങ്ങളെല്ലാം ചോദിക്കാനായിട്ട് തുടങ്ങാണ്. മരിച്ച ആദ്യത്തെ സ്ത്രീ അതേപോലെ തന്നെ രണ്ടാമത്തെ ആ ഒരു സ്ത്രീയും ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ഹീറോ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ഒരു കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഇതുമല്ലാതെ ഇപ്പോൾ നടന്ന ഈ 2 കൊലപാതകങ്ങളുടെയും പാറ്റേണിൽ ഇതിനു മുന്നേ ഏതൊക്കെ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, ഇതിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഇങ്ങനെ ചോദിക്കുന്നതും. അവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാര്യം. അയാൾ കാണിക്കുന്ന ആ ഒരു ഫോട്ടോസിൽ ഒരു 4 പേരെങ്കിലും നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. വേറെ ഒന്നുമല്ല, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരുപാട് മാച്ച് കളിച്ച ഒരാളാണ് നമ്മുടെ ഹീറോ, ഒരു പ്ലേ ബോയ്. അപ്പോൾ ഇതിലുള്ള 4 പേരെ എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയുന്നതും എതിൽ നിൽക്കുന്ന ആ ഒരു FBI ഏജന്റ് പെട്ടെന്ന് നമ്മുടെ ഹീറോയെ കളിയാക്കിയിട്ട്, ഓ നിന്നെ സമ്മതിക്കണം, ഇതുപോലെ എത്ര സ്ത്രീകളുമായിട്ട് നിനക്ക് ബന്ധമുണ്ടായിരുന്നു എന്നിങ്ങനെ അവനെ കളിയാക്കി ചോദിക്കുന്നത് നമ്മുടെ ഹീറോ പറയും, ഒരു ഏകദേശം 100 പേര് എന്നിങ്ങനെ പറയുന്നതും 100 പേരായിട്ടൊക്കെ ഇതിന് എവിടെ നിന്നിട്ട് സമയം കിട്ടുന്നേ, ശരി നീ ഒരു വലിയവൻ തന്നെ നമിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു FBI ഏജന്റ് ആയാലും ഹീറോയോട് പറയും, അപ്പോൾ നീയുമായിട്ട് ബന്ധമുള്ള സ്ത്രീകളെയാണ് ആ ഒരു കില്ലർ തേടി പിടിച്ച് കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ജനിച്ചത് മുതൽ ഇവിടം വരെ എത്ര സ്ത്രീകളുമായിട്ട് നിനക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് നീ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. 200 പേജിന്റെ ബുക്ക് മതിയാവൂ, വീട്ടിൽ പോയിട്ട് എല്ലാവരുടെയും പേര് എഴുതിയെടുത്തിട്ട് വാ എന്നും പറഞ്ഞ് ഹീറോയെ പറഞ്ഞു വിടുന്നതും. നമ്മുടെ കില്ലർ ഇപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളെ കൊല്ലുന്നതെന്ന് നമുക്കറിയാം. അവരെ റേപ്പ് ചെയ്ത് അതിനുശേഷം അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം അവരുടെ വിവാഹമോതിരം അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ കയറ്റി വയ്ക്കും. ആ ഒരു രീതിയാണ് കില്ലർ ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത്. ഇത്രയും കാര്യം മാത്രമേ നമുക്കറിയത്തുള്ളൂ. പക്ഷേ നമുക്കറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. കില്ലർ കൊല്ലുന്ന എല്ലാ സ്ത്രീകളുടെയും നാക്കിൽ ലേസർ വെച്ചിട്ട് ഒരു കുരിശിന്റെ സിമ്പലും വരയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് അറിയാമെന്ന് പറഞ്ഞ ആ ഒരു 4 സ്ത്രീകളും അതേപോലെ തന്നെ നേരത്തെ കൊന്നിട്ടുള്ള ആ ഒരു 2 സ്ത്രീകളുടെ നാക്കിലും അതേപോലെ ആ ഒരു സിമ്പൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരിവിടെ സംസാരിച്ച് തീർക്കുന്നതും ഇവിടെ മസാജ് പാർലറിൽ ഒരുത്തൻ ആ ഒരു ചൈനക്കാരി സ്ത്രീയെ അകത്തേക്ക് കൊണ്ടുവരുന്നല്ലോ. അവിടെ കാണിക്കുമ്പോൾ അവരുടെ ഡ്രസ്സെല്ലാം അഴിച്ചിട്ടിട്ട് അവരെ നിർബന്ധിച്ച് ആ ഒരു ബെഡിൽ ഇങ്ങനെ കിടത്തിയേക്കാണ്. എന്നിട്ട് അവനാണെങ്കിലും ഏതോ ദൈവത്തിന്റെ ദൂതനുണ്ടല്ലോ അതുപോലെ ഇങ്ങനെ സംസാരിക്കാണ്ട്, എന്നെ ദൈവമാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്, നീ ചെയ്ത തെറ്റിന് നിനക്ക് ശിക്ഷ തന്ന് നിന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കാര്യം എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്നെല്ലാം പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ കഴുത്തൊടിച്ച് അവരെ കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ നാക്കിൽ ലേസർ ബീം കൊണ്ട് ആ ഒരു കുരിശ് വരച്ച്, അവരുടെ കയ്യിലാണെങ്കിൽ വെഡിങ് റിംഗ് ഇല്ല, പകരം അവരുടെ കഴുത്തിൽ ഒരു ചെയിൻ കിടപ്പുണ്ടായിരുന്നു. അത് വലിച്ചു പൊട്ടിച്ച് എല്ലാ സ്ത്രീകളുടെയും ഏത് ഭാഗത്താണ് ആ ഒരു മോതിരം എല്ലാം വെക്കുന്നത് അവിടെ തന്നെ അവൻ അത് വെക്കുന്നതും. അപ്പോൾ ഇവൻ തന്നെയാണ് ഈ ഒരു മൂവിയിൽ എല്ലാവരെയും വട്ടം കറക്കുന്ന ആ ഒരു കില്ലർ എന്ന് കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ജെന്നി രണ്ടാമത്തെ സ്ത്രീയുടെ ആ ഒരു ശരീരം കിട്ടിയ സ്ഥലത്ത് നിന്നും കില്ലർ ഒരു നോട്ട് വിട്ടിട്ട് പോയിരുന്നല്ലോ. അതിന്റെ താഴെയാണെങ്കിൽ എലിജ എന്ന് പറഞ്ഞൊരു പേര് എഴുതിയിരുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജെന്നി ഇപ്പോൾ ഈ ഒരു ഫാദറിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ അതേ സമയം തന്നെ നമ്മുടെ ഹീറോയ്ക്കും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫാദർ അതിന്റെ അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ സീനിൽ ആ ഒരു കില്ലർ ഒരു ആന്റിയെ കൊല്ലുന്ന സമയത്ത് അവരോട് പറഞ്ഞിരുന്നല്ലോ എന്നെ ദൈവമാണ് ഇവിടേക്ക് വിട്ടതെന്ന്. അതാണ് എലിജ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്കിനർത്ഥം. അതുപോലെ അതിന് മുകളിൽ എഴുതിയിരിക്കുന്ന ആ ഒരു നോട്ട് അതെന്താണെന്ന് ഫാദർ ഒരു ബുക്കിൽ നോക്കി ഇങ്ങനെ വായിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, ദൈവത്തിന് ദ്രോഹം ചെയ്യുന്നത് ആരൊക്കെയാണോ അവരെ എല്ലാവരെയും വെട്ടി നുറുക്കി കൊല്ലണം എന്നാണ് അതിനർത്ഥം വരുന്നത്. വ്യക്തമായിട്ട് അങ്ങനെയല്ല, ആ ഒരു രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. സാധാരണ ബൈബിളിലെ ദൈവത്തിനെ പറ്റിയും അതേപോലെ തന്നെ സാത്താനെ പറ്റിയും എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കില്ലർ ചെയ്യുന്ന ഈ ഒരു രീതികളെല്ലാം വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന്റെ വഴിയിൽ ഒരു സാത്താൻ ഇതെല്ലാം ചെയ്യുന്ന പോലെയാണ് അവൻ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഫാദർ ഇവരോട് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ഹീറോ ഇപ്പോൾ അവന്റെ അച്ഛനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ കൂടെ പോകുന്ന ജെനി ഒരു ടെസ്റ്റ് നമുക്ക് തരാണ്. വേറെ ഒന്നുമല്ല, അവളിപ്പോൾ ഹീറോയോട് പറയും, അല്ല ആ ഒരു FBI ഏജന്റ് നിങ്ങളോട് ഒരു ലിസ്റ്റ് ചോദിച്ചിരുന്നല്ലോ നിങ്ങളുമായിട്ട് ബന്ധമുള്ള സ്ത്രീകളുടെ, ആ ഒരു കൂട്ടത്തിൽ എൻ്റെ പേര് എന്തായാലും പറഞ്ഞു കൊടുക്കരുത് എന്നിങ്ങനെ പറയുന്നതും, എടാ മോനെ നീ ഇവളെയും വിട്ടില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോവും. അങ്ങനെ ജെന്നി പറയുന്നത് വേറെ ഒന്നുമല്ല, ആ ഒരു ലിസ്റ്റിൽ എൻ്റെ പേര് എഴുതിയിട്ട് വെറുതെ എൻ്റെ വില കളയരുത്, നമുക്കുള്ളിൽ നടന്നത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി എന്ന് അവളിങ്ങനെ പറയുന്നതും, ആഹാ നമ്മുടെ ഹീറോ കാണുന്നത് പോലെ അല്ല, ഇനി ഇവനാണോ മോശക്കാരൻ, എല്ലാവരെയും കൊല്ലുന്ന വില്ലനാണോ മോശക്കാരൻ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോവും. ഇനിയിപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് വേണം സ്ത്രീകളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജെന്നി പറഞ്ഞ ഒരു കാര്യത്തിന് ഓക്കെ എല്ലാം പറഞ്ഞിട്ട് ഹീറോ നേരെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ മാത്രമാണ് ഈ ഒരു കില്ലർ തേടി പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത്. അതുമല്ല ഇപ്പോഴാണെങ്കിൽ അമ്മയെ മരിച്ചുപോയി, ഒരുപക്ഷെ കില്ലറാണോ അത് ചെയ്തതെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്.
അതുകൊണ്ട് നമ്മൾ കുഴിച്ചിട്ട അമ്മയുടെ ശരീരം വെളിയിലേക്ക് എടുത്ത് അതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവാണ്. അച്ഛനൊന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട, എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും എന്നിങ്ങനെ നമ്മുടെ ഹീറോ അവന്റെ അച്ഛനോട് ഇങ്ങനെ പറയുന്നതും അകത്തേക്ക് വന്ന ജെന്നി പെട്ടെന്ന് ആ ഒരു മസാജ് പാർലറിൽ ആ ഒരു ചൈനക്കാരി ലേഡി ഉണ്ടല്ലോ അവര് മരിച്ച കാര്യം ഹീറോയോട് ഇങ്ങനെ പറയുന്നതും ഹീറോ ഉൾപ്പെടെ വന്ന പോലീസുകാരെല്ലാം കൂടി ചേർന്ന് അവിടേക്ക് ചെല്ലുന്നതും ഇതിനു മുന്നേ ഏത് രീതിയിലാണോ കൊലപാതകങ്ങളെല്ലാം നടന്നിട്ടുള്ളത് സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു കൊലപാതകവും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഒരുപാട് പേര് മരിക്കണ്ട, അവരെങ്കിലും രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു FBI ഏജന്റ് റെഡിയാക്കാൻ പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ അത് റെഡിയാക്കാനായിട്ട് ഹീറോ അങ്ങനെ പോവാണ്. അതുമല്ലാതെ പോകുന്നതിന് മുന്നേ ഹീറോ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. ആ ഒരു കില്ലർ ഈ ഒരു ലേഡിയെ കൊന്നതല്ലാതെ അവിടുത്തെ ചുമരിലെ രക്തം കൊണ്ട് എന്നെ വന്ന് കൊല്ലെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പ്രാന്തൻ എന്താണോ വേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് ചെന്ന് ഓഫീസർ പറഞ്ഞ ആ ഒരു ലിസ്റ്റ് റെഡിയാക്കാണ്. ഇതിപ്പോ ഒരു ചെറിയ ബുക്ക് പോരല്ലോ. അതേസമയം തന്നെ നമ്മുടെ ഹീറോയിൻ അന്ന അവിടേക്ക് വരുന്നുണ്ട്. കല്യാണത്തിന് മുന്നേ ഇത്രയും സ്ത്രീകളായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടും അതറിയാത്തതുപോലെ. ഇനിയിപ്പോ വിഷമം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, മാച്ചുകളെല്ലാം അവസാനിച്ചു, അതുകൊണ്ട് ഇനി വിഷമിച്ചിട്ട് എന്തായാലും കാര്യമില്ല. പക്ഷെ അതൊന്നും കാണിക്കാതെ അവള് മുന്നിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആലോചിക്കുന്ന ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനിപ്പോ ഒരു 100 സ്ത്രീകളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു, അത് ഓക്കെയാണ്. എന്നിരുന്നാലും അവൻ ആരോടൊക്കെയാണ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മറ്റു സ്ത്രീകളോട് അവൻ പറഞ്ഞതായിട്ട് ഒരു ഓർക്കുന്നില്ല. അതുമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 100 സ്ത്രീകളിലും പാതി വരെ അവൻ അറിയത്ത് പോലുമില്ല. ഒരേ ഒരു ദിവസം മാത്രം ഓരോ സ്ത്രീകളുമായിട്ട് അവൻ സമയം ചെലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ പോലും ഓർമ്മയില്ലാത്തത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് പോലും അറിയാത്ത ആ ഒരു സ്ത്രീകളെല്ലാം എങ്ങനെയാണ് കില്ലർ കണ്ടുപിടിച്ച് കൊല്ലുന്നത്, ഈ ഒരു കാര്യമാണ് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവാത്തത്. അങ്ങനെ ഈ ഒരു സംശയം നമ്മുടെ ഹീറോ അന്നയോട് ഇങ്ങനെ പറയുന്നതും അന്ന മുന്നിലിരിക്കുന്ന ഫോട്ടോസിലെ ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്തിട്ട് നീ ചോദിക്കുന്നതിനുള്ള ആ ഒരു ഉത്തരം നിന്റെ മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. നിനക്കറിയത്തില്ല ഈ ഒരു ഫോട്ടോയിലുള്ള പെണ്ണ് അതാരാണെന്ന് നിനക്കറിയോ? 5 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ രണ്ടുപേരും ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നീ എന്നെ ഈ ഒരു സ്ത്രീക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റോളം നീ അവളുമായിട്ട് സംസാരിച്ചിരുന്നു. അതും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം പോലും മറന്നിട്ട് ആ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു ക്യാരക്ടർ. വേറൊന്നുമല്ല, പൊതുവേ ഞങ്ങൾ സ്ത്രീകൾക്കറിയാം ഒരു പയ്യനും പെണ്ണും ഇടപഴകുന്ന ആ ഒരു രീതി കാണുമ്പോൾ തന്നെ അവരിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു പാർട്ടിയിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. പക്ഷേ ഇതുവരെ ഞാൻ അതിനെപ്പറ്റി നിന്നോട് സംസാരിച്ചില്ല എന്ന് മാത്രം. ഇത് തന്നെയാണ് ആ ഒരു കില്ലർ ഫോളോ ചെയ്യുന്നത്. നീയായിട്ട് ബന്ധമുള്ള ആ ഒരു സ്ത്രീകളെ കണ്ടുപിടിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കും നിനക്ക് വേറെ ആരൊക്കെ ആയിട്ട് റിലേഷൻ ഉള്ളത്, അതുകൊണ്ട് നിന്നോട് ബന്ധമുള്ള ഒരു സ്ത്രീ അവൻ പിടിച്ചാൽ മതി, അതുവഴി തന്നെ അവൻ മറ്റു സ്ത്രീകളെയും കണ്ടുപിടിക്കും. അതാണ് അവൻ യൂസ് ചെയ്യുന്ന ആ ഒരു രീതി എന്നിങ്ങനെ പറയുന്നതും ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ അന്ന പറയുന്നത് സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ കാണിക്കാണ്. ആ ഒരു കില്ലർ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ത്രീയെ കൊല്ലുമല്ലോ, അങ്ങനെ അവളെ കൊല്ലുന്നതിന് മുന്നേ ഒരു റൂമിൽ അവളെ കെട്ടിയിട്ടിട്ട് ഞാൻ നിന്നെ കൊല്ലണ്ടെന്നുണ്ടെങ്കിൽ നിനക്കറിയാവുന്ന ജാക്ക് അവന് വേറെ ഏതൊക്കെ സ്ത്രീകളായിട്ട് ബന്ധമുണ്ട്, ആ ഒരു കാര്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാന്ന് ഇങ്ങനെ പറയുന്നതും അവളാണെങ്കിലും പേടിച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഏതൊക്കെ സ്ത്രീകളായിട്ടാണ് ബന്ധമുള്ളത് എന്ന് അവൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കില്ലറിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ആ ഒരു മസാജ് പാർലറിലെ ലേഡി ഉണ്ടല്ലോ അവരുടെ പേര് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞത് നമ്മുടെ കില്ലർ അവരെ കൊല്ലാനായിട്ട് വരുമ്പോൾ അവർ വീണ്ടും എന്നെ വെറുതെ വിടാന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, അതുകൊണ്ടെങ്കിലും എന്നെ വെറുതെ വിടെന്ന് പറഞ്ഞ് ഹീറോയെ പറ്റിയുള്ള മറ്റൊരു രഹസ്യം കൂടി അവരോട് ഇങ്ങനെ പറയാണ്. പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കാര്യം അറിഞ്ഞതും അവൻ ആ ഒരു സ്ത്രീയെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ അതോടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രസന്റിൽ വരുമ്പോൾ നമ്മുടെ ജെന്നി ഉണ്ടല്ലോ അവളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയത്താണ് അവളുടെ മുന്നിലേക്ക് നമ്മുടെ കില്ലർ അങ്ങനെ വരുന്നത്. എന്നിട്ട് പെട്ടെന്ന് വന്ന് അവളോട് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജെന്നി ഒരു പോലീസുകാരിയാണ്, അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് എന്തായാലും ഒരുത്തന്റെ മുന്നിലേക്ക് വീഴത്തില്ല. കില്ലർ വന്നിട്ട് അവന്റെ പേര് സ്ഥലം എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമൊക്കെ, അത് ചെറിയൊരു ചിരിയും ചിരിച്ചിട്ട് ജെന്നി അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ഒരുപാട് പേര് ഈ ബാസ്കറ്റ് ബോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ആ ഒരു കില്ലർ അവൻ അങ്ങനെ വന്നിട്ട് അതിലൊരുത്തന്നെ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നു. അപ്പോൾ സാധാരണ നമ്മുടെ കില്ലർ കൊല്ലുന്നത് സ്ത്രീകളെ മാത്രമല്ലേ, ഇനിയിപ്പോൾ വന്ന ആണുങ്ങളെ നോക്കുന്നതിനാ ഏത് നമ്മൾ ചിന്തിക്കുന്നതും. ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഈ സ്ത്രീകളെ എങ്ങനെയാണ് കില്ലർ സെലക്ട് ചെയ്ത് കൊല്ലുന്നതെന്ന്. ആ ഒരു കാര്യം ഇപ്പോൾ സ്റ്റേഷനിൽ വന്ന് ഹീറോ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഒരു ഹോട്ടൽ റൂമിന്റെ വെളി വശമാണ് കാണിക്കുന്നത്. അതുമല്ല അകത്ത് കാണിക്കുമ്പോൾ ആഹാ നേരത്തെ കില്ലർ ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിലെ ഒരുപാട് പേര് കളിക്കുന്നത് നോക്കിയിരുന്നല്ലോ, അതിലൊരുത്തനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് സാധാരണ അവൻ പറയുമല്ലോ അവൻ ദൈവത്തിന്റെ ദൂതനാണെന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കാര്യമെല്ലാം അവന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നു. അതേസമയം സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ആലോചിക്കുന്നതും ഹീറോയുടെ അമ്മയുടെ ശരീരം വീണ്ടും കുഴിച്ചെടുത്തിട്ട് അത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു കാര്യം ചെയ്ത് കഴിയുന്നതും അവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ഹീറോയുടെ അമ്മ ആക്സിഡന്റ് പറ്റിയാണ് മരിച്ചതെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് സത്യമല്ല, ഹീറോയുടെ അമ്മയെ കൊന്നത് ആ ഒരു കില്ലർ തന്നെയാണ്.
ഇതെങ്ങനെയാണ് അവർ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഹീറോയുടെ അമ്മയുടെ നാക്കില് എല്ലാ സ്ത്രീകളെയും കൊന്നിട്ട് അവരുടെ നാക്കിൽ ഒരു കുരിശ് സിമ്പല് ലേസർ ചെയ്യുമല്ലോ അതേപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഹീറോയുടെ അമ്മയെ റേപ്പ് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ പ്രൈവറ്റ് പാർട്ടിലും ആ ഒരു മോതിരം അവൻ വെച്ചിട്ടുണ്ട്. അതുമല്ലാതെ ആ ഒരു മോതിരത്തില് രണ്ടുപേരുടെ പേരെഴുതിയിട്ടുണ്ട്, റെബേക്ക ലവ്സ് ജാക്ക് എന്ന്. അപ്പോൾ ജാക്ക് എന്നുള്ളത് നമ്മുടെ ഹീറോയുടെ പേരാണ്. റെബേക്ക എന്ന് പറയുന്നത് ഹീറോ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ച പെണ്ണ് റെബേക്ക എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ കൂടാതെ അവർ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആ ഒരു സ്ത്രീകൾ അവരുമായിട്ട് എവിടെ വെച്ചാണ് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നത് ആ ഒരു സ്ഥലത്താണല്ലോ സാധാരണ കില്ലർ അവരെ കൊന്നിട്ടിട്ട് പോകുന്നത്. അങ്ങനെ റെബേക്കയുടെ പേര് കേൾക്കുന്നത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ആ ഒരു പാർക്കിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അതുപോലെ ആ ഒരു പാർക്കിൽ ചെന്നിട്ട് അവിടെ എവിടെയെങ്കിലും അവളുടെ ശരീരം കിട്ടുമെന്ന് ഇവർ അന്വേഷിച്ച് നോക്കുമ്പോൾ എവിടെ നിന്ന് റെബേക്കയുടെ ശരീരം കിട്ടുന്നില്ല. അതുമല്ല റെബേക്ക ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയും അവളും പരിചയപ്പെടുന്ന സമയത്ത് ഹീറോയ്ക്ക് 18 അവൾക്ക് 16 വയസ്സായിരുന്നു. ഇവരുടെ ഇഷ്ടം റെബേക്കയുടെ വീട്ടുകാർ അറിഞ്ഞതിന് ശേഷം അവളെ മറ്റൊരു നാട്ടിലേക്ക് അവർ കൊണ്ടുപോകായിരുന്നു. അതിനുശേഷം ഒരിക്കലും ഇവർ കണ്ടുമുട്ടിയിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് റെബേക്ക ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് പോലും അറിയാത്തത്. അതുമല്ല റെബേക്കയുടെ ശരീരം കിട്ടാത്തത് കൊണ്ട് അവൾ മരിച്ചില്ല എന്ന് ഇവർക്ക് ഉറപ്പായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കില്ലർ ആരെയാണ് കൊല്ലാൻ പോകുന്നത് എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ഇവരെല്ലാവരും തല പുകഞ്ഞിങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ അമ്മയുടെ ശരീരം ഇവരെ കുഴിച്ചെടുത്തിരുന്നല്ലോ, അത് വീണ്ടും അടക്കം ചെയ്യണം. ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഹീറോ പോയിട്ട് നല്ല രീതിയിൽ വിഷമിച്ച് അങ്ങനെ നിൽക്കാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു കാര്യം എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് കുറച്ച് പൂക്കൾ ആരോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോ വന്നിട്ട് അതെടുത്ത് നോക്കുമ്പോൾ ഹീറോയ്ക്ക് എന്തോ പോലെ, എന്നിട്ട് പെട്ടെന്ന് ചുറ്റിനും നോക്കി വേറെ ആരെങ്കിലും ഉണ്ടോന്നല്ല നോക്കുന്നത്. സംശയിക്കുന്ന രീതിയിൽ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ആ ഒരു കാറും എടുത്ത് നല്ല സ്പീഡിന് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഇത്രയും വെപ്രാളത്തിൽ എവിടേക്കാണ് പോകുന്നതെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പൂവ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിൽ ഒരു കാര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്റെ പ്രിയപ്പെട്ട മകൻ എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ അമ്മയ്ക്ക് ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഹീറോ മാത്രമാണ്. അതുമല്ല കുറച്ച് നേരത്തെയാണ് നമ്മുടെ ഹീറോ ഇവിടേക്ക് വന്നതും. അപ്പോൾ വരുമ്പോഴത്തേക്കും ഹീറോ ഇതേപോലെ ആ ഒരു പൂ എടുത്തുകൊണ്ട് വന്നിരുന്നില്ല. അപ്പോൾ ഇവൻ വെച്ചതുപോലെ തന്നെ വേറൊരാൾ അവിടേക്ക് പൂ കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും കില്ലർ തന്നെയായിരിക്കും. അങ്ങനെ ചിന്തിച്ച നമ്മുടെ ഹീറോ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ ആലോചിച്ച് നോക്കാണ്. ഹീറോ ഈ റെബേക്കയെ സ്നേഹിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ റെബേക്ക ഹീറോയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇവരുടെ പ്രായം ഇതാണ്, പക്വതയായിട്ടില്ല, ജോലിയില്ല, ഈ ഒരു കാരണമെല്ലാം കൊണ്ട് ഹീറോ അപ്പോഴ് ആ ഒരു കല്യാണത്തിന് സമ്മതിച്ചിരുന്നില്ല. ഇതിനെപ്പറ്റിയുള്ള കാര്യം അവർ രണ്ടുപേരും സംസാരിച്ചത് തന്നെ ഒരു പാർക്കിനടുത്ത് വെച്ചാണ്. അന്ന് അറിയാത്ത പ്രായത്തിൽ ഇവർ അതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഹീറോയ്ക്ക് റെബേക്കയോട് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഇഷ്ടത്തെ എപ്പോഴും സൂചിപ്പിക്കാൻ വേണ്ടി ഒരു മോതിരത്തിൽ ജാക്ക് ലവ് റെബേക്ക എന്നുള്ളൊരു മോതിരം അവൾക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു മോതിരമാണ് ഹീറോയുടെ അമ്മയുടെ ശരീരത്തിൽ നിന്നും അവന് കിട്ടിയത്. അങ്ങനെ അതേ പാർക്കിലേക്കാണ് നമ്മുടെ ഹീറോയും ഇപ്പോൾ ആ ഒരു കാർ ഓടിച്ച് നല്ല വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു പാർക്കിലേക്ക് വന്ന് നമ്മുടെ ഹീറോ നോക്കുന്നതും ആ ഒരു പാർക്കിന് ഒരു പ്രതിമയുടെ ചുറ്റുമായിട്ടും കുറച്ച് സീറ്റുകളുണ്ട്. ആ ഓരോ സീറ്റുകളിലും ഓരോ ഗിഫ്റ്റ് ബോക്സുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹീറോ അടുത്തേക്ക് ചെന്നിട്ട് ഹീറോ അങ്ങനെ പേടിച്ച് ആ ഒരു ഗിഫ്റ്റ് ബോക്സ് തുറന്ന് നോക്കുന്നതും ആഹാ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഒരു മനുഷ്യന്റെ ശരീരഭാഗം തുണ്ട് തുണ്ടായിട്ട് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. അത് വേറെ ആരുടേതല്ല, റെബേക്ക എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ. അങ്ങനെ റെബേക്കയുടെ ഭർത്താവിനോട് ഇവർ ചോദിക്കുമ്പോൾ 3 മാസങ്ങൾക്ക് മുന്നേ തന്നെ റെബേക്കയെ കാണാനില്ല എന്നാണ് അയാൾ പരാതി കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കില്ലർ 3 മാസങ്ങൾക്ക് മുന്നേ റെബേക്കയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഒരു അവസ്ഥയിൽ കൊന്നിപ്പോൾ ഹീറോയുടെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ആദ്യമായിട്ട് കൊന്ന ആ ഒരു സ്ത്രീ തന്നെ റെബേക്കയാണ്. അങ്ങനെ പോലീസുകാരെല്ലാം ഇവിടേക്ക് വിളിച്ചു വരുത്തി അവർ ഓരോ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒരേ ഒരു ഗിഫ്റ്റ് ബോക്സിൽ മാത്രമാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഗിഫ്റ്റ് ബോക്സിൽ റെബേക്കയുടെ ശരീരഭാഗമല്ല, പകരം വയറിനുള്ളിൽ വെച്ച് തന്നെ ഇല്ലാണ്ടാക്കിയ ഒരു കുഞ്ഞിന്റെ ശരീരമാണിത്. അതുമല്ല ആ ഒരു ശരീരം വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സിന് മുകളിലായിട്ട് ഇത് ജാക്കിന് വേണ്ടിയിട്ടും കൂടിയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഷെടാ ഈ ഒരു സൈക്കോയ്ക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മുടെ ഹീറോയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെന്നിയെ കാണിക്കുമ്പോൾ അവളൊരു സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാണ്. അതേസമയം തന്നെ ഒരു പാവത്താനെ പോലെ ഇരിക്കുന്ന നമ്മുടെ കില്ലർ ഉണ്ടല്ലോ, അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ഒരുപാട് നേരം സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഇത്തവണ എന്തായാലും ജെന്നിയെ അവൻ വിടുന്നില്ല. കുറച്ചധികം നേരം തന്നെ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് കഴിഞ്ഞിട്ട് അത് മാത്രമല്ലാതെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെന്നിക്ക് ഒരു ലിഫ്റ്റും കൂടി അവൻ കൊടുക്കാണ്. എന്നിട്ട് അവന്റെ കാറിൽ ജെന്നിയെ വിളിച്ച് അങ്ങനെ പോകുന്നതും ജെന്നി എന്തായാലും ഒരു പോലീസാണ്. അതുകൊണ്ട് തന്നെ അവനോട് ഒരുപാട് ചോദ്യങ്ങൾ, നീ എവിടെ നിന്നാണ്, നിന്റെ പേരെന്താണ്, നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവൻ പറയുന്നത്, എൻ്റെ നാടിതല്ല, പിന്നെ അധികം ഞാൻ ഒരു സ്ഥലങ്ങളിലും അങ്ങനെ തങ്ങാറില്ല, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു ഫാമിലി ക്ലിനിക്കിൽ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ജെന്നി അവനെ വിളിച്ചിട്ട് റെബേക്കയുടെ ഡെഡ് ബോഡി കിട്ടിയല്ലോ, റെബേക്കയുടെ ശരീരഭാഗങ്ങൾ കിട്ടിയാലോ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. അതുപോലെ ജെന്നി ഇവനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ജെന്നി ഒരു പോലീസ് ഏരിയയാണ്. അതുകൊണ്ട് ഇവൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇവനെ അറിയാവോ ഇല്ലയോ എന്ന്
ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ കില്ലർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ റെബേക്ക അവിടേക്ക് ഇറങ്ങി വന്ന് ഹീറോ എവിടെ നിന്ന് നോക്കുമ്പോൾ അവനെ അവിടെ കാണാനില്ല. ഒരുത്തൻ എന്തായാലും വെറുതെ ഇവൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഫോളോ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ അവൻ പുറകെ വരത്തില്ല. ആ ഒരു കാരണം കൂടി കൊണ്ടാണ് ഇവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ ഹീറോ ഇപ്പോൾ എന്തായാലും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കില്ലറിനെ അവൾ പറഞ്ഞുവിടുകയും ചെയ്യുന്നു. അങ്ങനെ റെബേക്കയുടെ ആ ഒരു ശരീരം കിട്ടിയതിന് തൊട്ടു പിന്നാലെ തന്നെ കില്ലർ കൊന്ന അടുത്ത ഒരാളുടെ ശരീരവും ഇവർക്ക് കിട്ടുകയാണ്. ആ ഒരു ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോയിരുന്നല്ലോ കില്ലർ, അവന്റെ ശരീരമാണ് ഇപ്പോൾ ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെ ഹീറോ അവിടേക്ക് വരുന്നതും നമ്മുടെ FBI ഏജന്റ് അവിടെ ആൾറെഡി തന്നെ ഹീറോയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഞാൻ നിന്നെ എന്തൊക്കെയാണ് വിചാരിച്ചിരുന്നത്, അവസാനം നീ കോൽക്കളി വരെ കളിക്കാൻ തുടങ്ങി എന്നെല്ലാം പറയുന്നത് നമ്മുടെ ഹീറോ പറയും, സാർ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയത്, ഇയാൾ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. അതിനിടയ്ക്കാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. ശരി, ഇവനെ കൊന്നത് കില്ലറാണോ ഇല്ലയെന്ന് നമുക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെയാണ് കൊന്നിട്ടുള്ളത്. അവന്റെ നാക്കിലും ആ ഒരു കുരിശ് സിമ്പൽ വരച്ചിട്ടുണ്ട്. പിന്നെ അവന്റെ വെഡിങ് റിങ്ങും കാണാനില്ല. അത് എവിടെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചെന്ന് അറിയത്തില്ല. ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു കാര്യം, ദേ ആ ഒരു ചുമരില് ജസീബിൾ എന്ന് പറഞ്ഞ് ഒരു പേര് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ആ ഒരു നോട്ടില് കില്ലർ വിട്ടിട്ട് പോയ മലാക്കി എന്ന് പറഞ്ഞ ആ ഒരു വാക്കും മാത്രമാണ്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കുക എന്നിങ്ങനെ പറയുന്നതും അടുത്ത സീനിൽ നിന്ന് നമ്മുടെ ഹീറോയും ജെന്നിയും വീണ്ടും ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫാദറിന്റെ അടുത്തേക്ക് പോവാണ്. ജെസിബൽ, മലാക്കി ഈ രണ്ടു പേരും ബൈബിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പേരുകളാണ്. ഇതിൽ മലാക്കി എന്ന് പറയുന്നത് എലിജ പോലെ തന്നെയാണ് ദൈവം അയച്ചിട്ടുള്ള ഒരു ദൂതൻ എന്നുള്ള രീതിയിൽ. ഈ ദൂതന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ആര് എന്ത് തെറ്റ് ചെയ്താലും അത് വെളി ലോകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ ജെസിബൽ എന്ന പേരുള്ള ഒരു പെണ്ണ് ബൈബിളിൽ എന്തോ ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്തതായിട്ട് ബൈബിളിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേര് കില്ലർ എഴുതണമെന്നുണ്ടെങ്കിൽ ആരും ഒരാൾ ചെയ്ത അക്രമത്തെ കില്ലർ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം വരുന്നത്. അവൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ ഈ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ സ്റ്റേഷനിൽ ഇരിക്കുന്നതും നമ്മുടെ ജെന്നി ആണെങ്കിൽ കില്ലറിനെ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഇതാരാണെന്ന് അറിയാൻ വേണ്ടി ഇരുന്നിരുന്നല്ലോ. ആ ഒരു കാര്യം ഹീറോയോട് പറഞ്ഞിട്ട് ഇന്ന് രാത്രി ഞാൻ അവനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്, അവനെ കണ്ടിട്ട് നിനക്കറിയോ ഇല്ലയോ എന്നൊന്ന് പറയാൻ പറയുമ്പോൾ നമ്മുടെ ജെന്നി ഇപ്പോൾ കില്ലറിനെ പറ്റി ചിന്തിച്ച ഒരു കാര്യം ഹീറോയോട് ഇങ്ങനെ പറയണം. എന്താണെന്ന് വെച്ചാൽ അവൻ ഈ ഒരു സ്ത്രീകളെല്ലാം തട്ടിക്കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്തതിന് ശേഷമാണ് അവരെ കൊല്ലുന്നത്. അതുമല്ലാതെ അവരുടെ വെഡിങ് റിംഗ് ആണെങ്കിൽ അവരുടെ സ്വകാര്യ ഭാഗത്ത് വെക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് അവൻ കാമം എന്നുള്ള ആ ഒരു കാര്യത്തെ മെൻഷൻ ചെയ്തിട്ടാണ് ആ ഒരു മോതിരം അവിടെ വെക്കുന്നതെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഈ ഒരു മോതിരത്തെ അവരുടെ ഗർഭപാത്രത്തിനുള്ളിൽ വെക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ റെബേക്കയുടെ കൊലപാതകത്തിൽ തന്നെ നോക്ക്, വയറിനുള്ളിൽ വെച്ച് തന്നെ കൊന്നിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ശരീരമാണ് അവൻ ആ ഒരു ഗിഫ്റ്റ് ബോക്സിൽ വെച്ചിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള എന്തോ ഒരു കാര്യമാണ് നമ്മളോട് അവൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ ജെന്നി ഇങ്ങനെ പറയുന്നതും ഇപ്പോൾ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഒരു കുഞ്ഞുമായിട്ട് ഒരു ലേഡി അവിടേക്ക് വരികയാണ്. ആ ലേഡി വേറെ ആരുമല്ല, കഴിഞ്ഞ സീനിലെ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരുത്തനെ ആ ഒരു കില്ലർ കൊന്നിരുന്നല്ലോ, അവന്റെ ഭാര്യയാണിത്. ഈ ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അടുത്ത ഒരു കാര്യം ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ത്രീയുമായിട്ടും നമ്മുടെ ഹീറോയ്ക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇനിയും ഹീറോയെ പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവൻ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു. അങ്ങനെ ഈ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ഹീറോ ചെന്നിട്ട്, അല്ല നിന്റെ ഭർത്താവ് ആരാണ്, അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. നമ്മുടെ ഹീറോയിൻ അന്ന ജോലി ചെയ്യുന്ന ആ ഒരു കോഫി ഷോപ്പ് ഉണ്ടല്ലോ, അവളും ഒരുപാട് കൊല്ലമായിട്ട് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവിടെ 7 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു സ്ത്രീ ജോലിക്കായിട്ട് ചെന്നത്. ആ ഒരു സമയത്താണ് ആ ഒരു കോഫി ഷോപ്പിൽ ഇവളുടെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ട് പിന്നീട് കല്യാണത്തിലേക്ക് പോയത്. അപ്പൊ ആ ഒരു കോഫി ഷോപ്പിൽ ഇവ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതേ കോഫി ഷോപ്പിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഹീറോയിൻ അന്നയെ അവൻ എന്തായാലും അറിയാം. അതുമല്ല കില്ലർ ആണെങ്കിലും ജെസിബൽ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ പേര് വെച്ചിട്ട് അവൾ എന്തോ അക്രമം ചെയ്തതുപോലെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജെസിബൽ എന്ന് പറഞ്ഞ ആ ഒരു പേര് അവൻ എന്തിനു മെൻഷൻ ചെയ്യണം? അങ്ങനെയാണെങ്കിൽ ആ ഒരു കില്ലർ ഉദ്ദേശിക്കുന്നത് എന്റെ ഭാര്യ അന്ന അവൾ എന്തെങ്കിലും അക്രമം ചെയ്തതായിട്ടായിരിക്കും എന്നുള്ള സംശയത്തോടെ തന്നെ നമ്മുടെ ഹീറോ നേരെ അന്നയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതേപോലെ 7 വർഷങ്ങൾക്ക് മുന്നേ എനിക്കറിയാതെ എന്തെങ്കിലും സംഭവം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും അവൾ അപ്പോഴാണ് മറ്റൊരു സത്യം പറയുന്നത്. അതെ, ഈ ഒരു കോഫി ഷോപ്പിൽ നിന്നും കുറച്ച് അകലെയായിട്ടുള്ള ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ ഒരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഞാൻ റൊമാൻറ്റിക് ആയിട്ട് ഇരുന്നിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് നീ മാത്രം അത്ര നല്ലവനൊന്നുമല്ലല്ലോ. എന്നെ കല്യാണം കഴിച്ചതും പോരാഞ്ഞിട്ട് അയാളുടെ ഭാര്യയായിട്ട് നീ ഇതേപോലെ മാച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം കണ്ടിട്ട് വെറുതെ ഇരിക്കാന്നാണോ? അതിന് വേണ്ടിയിട്ടുള്ള റിവഞ്ച് ആയിട്ട് തന്നെയാണ് ഞാൻ അവളുടെ ഭർത്താവുമായിട്ട് ആ ഒരു രീതിയിൽ റിലേഷൻ കൊണ്ടുപോയത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിൻ ദേഷ്യപ്പെട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇവർ രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് ഇരുന്ന അതേ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് തന്നെയാണ് അയാളെ ആ ഒരു കില്ലർ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോ പറയും, നീ എന്ത് കാര്യമാണ് ചെയ്തത്? അന്ന് നീ ചെയ്തത് ആ ഒരു തെറ്റ് കാരണം ഇപ്പോൾ ഒരുത്തന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ അപ്പോഴാണ് ഹീറോയ്ക്ക് തന്നെ ഷോക്ക് ആവുന്ന രീതിയിൽ ഒരു മറുപടി ഹീറോയിൻ പറയുന്നത് അവള് പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഹീറോ ഷോക്ക് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഹീറോയിൻ അവനോട് പറഞ്ഞിരുന്നു എനിക്ക്
ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനായിട്ട് കഴിയത്തില്ലാന്ന്. പക്ഷെ ഇപ്പോൾ ഒരു മിറാക്കിളിൽ അവൾ പ്രഗ്നന്റ് ആയത് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അത്രയും ഷോക്ക് ആവുന്നത്. അതുമല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ സന്തോഷമായി. അങ്ങനെ തന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം സ്റ്റേഷനിൽ വന്നിട്ട് ആ ഒരു ചീഫിനോട് പറയുന്നതും നമ്മുടെ ജെന്നിയെ തേടി കില്ലർ സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോ കില്ലറിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് കില്ലറിനെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ കില്ലറിനെ ഹീറോ പിടിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹീറോ ഇതുവരെയും ജീവിതത്തിൽ കില്ലറിനെ കണ്ടിട്ട് പോലുമില്ല. അതുമല്ലാതെ അവൻ അത്രയും നല്ല രീതിയിൽ നമ്മുടെ ഹീറോയോട് സംസാരിക്കുന്നതും ഹീറോയ്ക്ക് അവനോട് ഒരിത്തിരി പോലും സംശയം ഉണ്ടാകുന്നില്ല. അങ്ങനെ ജെന്നിയോടായാലും സംസാരിച്ചിട്ട് കില്ലർ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ ജെന്നി ഒന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും അവൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുമല്ല അവന്റെ സംസാരം കേട്ടിട്ട് അത്ര മോശപ്പെട്ട ഒരാളായിട്ട് എനിക്ക് തോന്നില്ല എന്നെല്ലാം നമ്മുടെ ഹീറോ ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെന്നി അവളുടെ വീട്ടിൽ പോയിട്ട് കുളിക്കുന്ന സമയത്താണ് അവൾക്ക് ഇപ്പൊ പെട്ടെന്നൊരു കാര്യം അങ്ങനെ മൈൻഡിൽ ഓടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കില്ലറും ജെന്നിയും കാറിൽ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ ഇവിടെ ഒരു ഫാമിലി ക്ലിനിക്കിൽ ഒരു കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നതാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു ഫാമിലി ക്ലിനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഭമെല്ലാം ഇല്ലാണ്ടാക്കുന്ന ആ ഒരു ക്ലിനിക്കാണ്. അതുകൊണ്ട് തന്നെ കില്ലർ അവിടെയാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞു. അതുമല്ല റെബേക്കയുടെ മരണത്തിലെ വയറിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയ ഒരു കുഞ്ഞിന്റെ ശരീരവും അവൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കില്ലറിനോടായിരുന്നു എന്ന് നമ്മുടെ ജെന്നി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നതും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ഹീറോയെ വിളിച്ച് പറയാന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ആഹാ ദാ നിൽക്കുന്നു നമ്മുടെ കില്ലർ. അവള് പോലും അറിയാതെ അവളുടെ വീടിനകത്ത്. പിന്നെ വേറെ എന്താണ്, നമ്മുടെ ജെന്നിനെയും അവൻ അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ജെന്നിയെ കൊല്ലുന്നതിന് മുന്നേ തന്നെ കില്ലർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ സഹോദരങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അവളെയും കൊല്ലുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ അന്നയാണെങ്കിൽ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവള് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അതേസമയം ഉറങ്ങിക്കിടന്ന് നമ്മുടെ ഹീറോയ്ക്ക് സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു. എടുത്ത് സംസാരിക്കുമ്പോൾ ഇത്രയും നാൾ കില്ലർ എന്ന് പറഞ്ഞ് നമ്മൾ അന്വേഷിച്ചിരുന്ന ആ ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചീഫ് നമ്മുടെ ഹീറോയെ വിളിക്കുന്നതും ഹീറോ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജെന്നി അവിടെ കാണാനില്ല. ഒരുപാട് തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് രണ്ടുപേരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ജെന്നി ഇല്ലാതെ തന്നെ ഇവർ കണ്ടുപിടിച്ച കാര്യം എന്താണെന്ന് നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയാണ്. ഇവിടെയാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒന്നൊന്നര ടെസ്റ്റുകൾ വരുന്നത്. ഇവരെങ്ങനെയാണ് കില്ലറിനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാലേ റെബേക്കയുടെ ശരീരം ആ ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കി വെച്ചിരുന്നല്ലോ, ആ ഒരു ഗിഫ്റ്റ് ബോക്സിൽ നിന്നും നമ്മുടെ കില്ലറിന്റെ ഫിംഗർ പ്രിന്റ് ഇവരെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കില്ലർ വേറെ ആരുമല്ല റെബേക്ക എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു മകനായിരുന്നു. ഇതൊരു ടെസ്റ്റ് ആണെങ്കിൽ അടുത്ത ടെസ്റ്റ് എന്താണെന്ന് വെച്ചാല് കില്ലർ റെബേക്കയുടെ മകൻ മാത്രമല്ല നമ്മുടെ ഹീറോയുടെ കൂടെ മകനാണ്. കാരണം വേറെ ഒന്നുമില്ല, ഹീറോയും റെബേക്കയും കുട്ടിക്കാലത്ത് ഒന്നായിരുന്ന ആ ഒരു സമയത്ത് റെബേക്ക പ്രഗ്നന്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ക്ലിനിക്കിലെല്ലാം കൊണ്ടുപോയിരുന്നു. പക്ഷെ അവളാണെങ്കിൽ വയറ്റിലുള്ള തന്റെ കുഞ്ഞിനെ ഒരിക്കലും നശിപ്പിക്കാതെ അതോടെ തന്നെയാണ് ജീവിച്ചതും. അങ്ങനെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് അവളുടെ വീട്ടുകാർ അവളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുമല്ല ആ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് വലിയൊരു നാണക്കേടാവുന്നത് കൊണ്ട് ആ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ ഒരു കുഞ്ഞിനെ ഒരു അനാഥാലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. അതാണ് സത്യത്തിൽ നമ്മുടെ കില്ലർ. അങ്ങനെ കില്ലർ ആ ഒരു അനാഥാലയത്തിൽ 18 വയസ്സ് വരെ ജീവിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ചർച്ചിൽ പോയി ചേർന്ന് അതിനുശേഷം ഒരു മതവിശ്വാസിയായിട്ട് മാറുകയും ചെയ്തു. ആ ഒരു സമയമാണ് റെബേക്ക ഈ ഒരു 3 മാസങ്ങൾക്ക് മുന്നേ ഉണ്ടല്ലോ തന്റെ ഭർത്താവിനോട് എന്റെ ഒരു കുഞ്ഞിനെ അനാഥാലയത്തിൽ ഞാൻ വിട്ടിട്ട് വന്നിട്ടുണ്ട്, അവനോട് പോയി ഞാൻ സത്യങ്ങളെല്ലാം പറയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കില്ലറിന്റെ അടുത്തേക്ക് പോയി റെബേക്ക അവളാണ് അവന്റെ അമ്മ എന്നുള്ള കാര്യം അവനോട് പറയുന്നത്. സത്യത്തിൽ നമ്മുടെ കില്ലർ സന്തോഷവാനായിരിക്കണം, പക്ഷെ ഒരിക്കലും അവൻ സന്തോഷവാനല്ലായിരുന്നു. പകരം അവന് മതവിശ്വാസം അധികമായതുകൊണ്ട് തന്നെ ഒരാണും പെണ്ണും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് അതിനെ അനാഥയായിട്ട് വിട്ടു കഴിഞ്ഞാലേ, അല്ലാന്നുണ്ടെങ്കിൽ വയറിനുള്ളിൽ വെച്ച് തന്നെ ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഏറ്റവും വലിയ പാവമാണ് എന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. ആ ഒരു പാവം ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും വെറുതെ വിടത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദൂതനായിട്ട് വന്ന് ഇതിന് കാരണക്കാരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കില്ലർ അവരെ എല്ലാവരെയും തേടി പിടിച്ച് കൊല്ലാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് അവന്റെ അമ്മയെ തന്നെ അവൻ കൊല്ലുന്നത്. അത് കഴിഞ്ഞ് ഇവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു ഫാമിലി ക്ലിനിക്കിലേക്ക് ചെന്ന് അവിടെ ഈ അബോർഷൻ ചെയ്യുന്ന ആ ഒരു കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ ഒരു കുഞ്ഞുങ്ങളുടെ ശരീരമെല്ലാം ഒരു ബോട്ടിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിൽസ് എല്ലാം ഇവ മോഷ്ടിച്ചുകൊണ്ട് പോയി അതിന്റെ പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കില്ലറിനെയും വയറിനുള്ളിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് മിസ്സായിട്ടാണ് ഇവൻ ജനിച്ച് ഈ ഒരു അവസ്ഥയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നശിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും ഇവന്റെ സഹോദരങ്ങളായിട്ട് അവൻ സങ്കല്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഹീറോ റെബേക്കയോടൊപ്പം റിലേഷൻഷിപ്പ് വെച്ചതുപോലെ തന്നെ മറ്റൊരുപാട് സ്ത്രീകളുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു. അവരെല്ലാവരും പ്രഗ്നന്റ് ആയിട്ട് ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കുകയും ചെയ്തു. ആ ഒരു ദേഷ്യത്തിലാണ് നമ്മുടെ ഹീറോ റിലേഷൻഷിപ്പിലിരുന്ന ഓരോ സ്ത്രീകളായിട്ട് കണ്ടുപിടിച്ച് അവൻ കൊല്ലാൻ തുടങ്ങിയതും. അതേപോലെ തന്നെ അവരോട് ഇതെനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണെന്ന് പറഞ്ഞ് അവരെ കൊല്ലുന്നതും. അതേപോലെ തന്നെ ആ ഒരു കുഞ്ഞുങ്ങളെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെഡ്ഡിംഗ് റിംഗ് കൂടി അവരുടെ ശരീരഭാഗത്ത് വെക്കുന്നതും. അതുമല്ല കില്ലർ അവൻ്റെ അമ്മയായിട്ടുള്ള റെബേക്കയെ കൊല്ലാൻ കാരണം എന്താണെന്ന് ഈ മൂവിയിൽ പറയുന്നില്ല. ഒരുപക്ഷെ
ഒരുപക്ഷെ അവൻ അനാഥയാക്കി വിട്ടതുകൊണ്ടായിരിക്കാം അവൻ്റെ അമ്മയെ അവൻ കൊന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയുടെ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇവനാണ് കില്ലർ എന്ന് പറഞ്ഞ് കില്ലറിന്റെ ഫോട്ടോ അങ്ങനെ കാണിക്കുന്നതും ഹീറോ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കാണ്. കാരണം ഇതിന് മുന്നെയാണ് അവനോട് സംസാരിച്ച് അവൻ നല്ലവനാണെന്ന് പോലും നമ്മുടെ ജെന്നിയോട് പറഞ്ഞത്. അതുമല്ല നമ്മുടെ ജെന്നിയുടെ വീട്ടിലേക്ക് അവളുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ. അവർ രണ്ടുപേരും വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ജെന്നി അവിടെ കാണാനില്ല എന്നുള്ള കാര്യം പറയുന്നതും നമ്മുടെ ഹീറോ തൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവുമെന്ന് പേടിച്ചിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് ജെന്നിയുടെ ശരീരം ആ ഒരു കില്ലർ ഉപേക്ഷിച്ചിട്ടുള്ളത്. അതുമല്ലാതെ അവിടെ അടുത്തായിട്ട് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ഗിഫ്റ്റ് ബോക്സ് ആണ് നമ്മുടെ ഹീറോ ആദ്യമായിട്ടും ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അമ്മയച്ഛനും താമസിക്കുന്ന ആ ഒരു വീടിനടുത്തുള്ള ആറിൻ്റെ കരയിൽ വെച്ചിട്ട് ആറിൻ്റെ അടുത്തായിട്ട് വെച്ച് നമ്മുടെ ഹീറോയിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ബോക്സ് നമ്മുടെ ഹീറോ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ കില്ലർ അതിലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോൾ നിന്റെ ഭാര്യയെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്തേക്ക് ഒറ്റയ്ക്ക് വരാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് വായിക്കുന്നത് നമ്മുടെ ഹീറോ നേരെ ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി അവൻ എവിടെയാണുള്ളതെന്ന്. ഹീറോയിനെ അവൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തല്ലോ ആ ഒരു സ്ഥലത്തേക്കാണ് ഹീറോ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഹീറോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കില്ലറാണെങ്കിൽ വളരെ ശാന്തമായിട്ട് കൂളായിട്ട് അങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഹീറോ ചെന്നിട്ട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെ എൻ്റെ ഭാര്യ, എവിടെ അന്നാന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കില്ലർ അതൊന്നും കാര്യമാക്കാതെ അവൻ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബാഗ് അതങ്ങനെ തുറന്ന് കാണിക്കുമ്പോൾ അതിനകത്ത് ഈ വയറിനുള്ളിൽ വെച്ച് തന്നെ നശിപ്പിച്ച കുഞ്ഞുങ്ങളുടെ ശരീരം ഉണ്ടല്ലോ, ആ ഒരു ശരീരം ബോട്ടിൽസിൽ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഹീറോയോട് പറയും, ഇതെല്ലാം എന്താണെന്നറിയുമോ ഡാഡി, നീ ചെയ്ത തെറ്റുകളാണ്. നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നീ പല സ്ത്രീകളായിട്ട് ഒന്നായിട്ടിരിക്കുമ്പോൾ അത് കാരണം നശിച്ചു പോയ ജീവനുകളാണ് ഇതെല്ലാം. ഇവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഹീറോ കാര്യമാക്കാതെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ നെറ്റിയിലേക്ക് തോക്ക് വെച്ച് എൻ്റെ ഭാര്യ എവിടെയെന്ന് മാത്രം പറയണം എന്നിങ്ങനെ ചോദിക്കുന്നതും കില്ലർ അവൻ്റെ പോക്കറ്റിലുള്ള ഒരു കാറിൻ്റെ കീ എടുത്ത് ഇങ്ങനെ കൊടുക്കും. ദേ ആ ഒരു കാറിൻ്റെ ഡിക്കിയിലാണ് നിന്റെ ഭാര്യ ഉള്ളത്, പോയി എടുത്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട് കില്ലർ ചോദിക്കും, അല്ലച്ചാ ഇത്ര വർഷം കഴിഞ്ഞിട്ട് നിന്റെ മകൻ ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു, നിനക്ക് ഒരു തുള്ളി സന്തോഷം പോലെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇനി നിന്നോട് സന്തോഷം കൂടി കാണിക്കണോ, നീ ഒന്ന് ജീവിച്ചിരിക്കരുതെന്നും പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ കില്ലറിനെ ഷൂട്ട് ചെയ്ത് അങ്ങ് കൊല്ലാണ്. അങ്ങനെ കാണിക്കുമ്പോൾ കില്ലറിൻ്റെ ശരീരം ആ ഒരു ആറിലൂടെ അങ്ങനെ ഒഴുകി പോകുന്നു. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു കീയും കൊണ്ട് അടുത്തുള്ള ആ ഒരു കാറിൻ്റെ ഡിക്കി പേടിച്ചിങ്ങനെ തുറക്കുന്നതും അതിനകത്തുള്ളത് ഹീറോയുടെ ഭാര്യയല്ല, പകരം ഇടയിൽ വെച്ചിട്ട് അവൻ ഒരുത്തനെ ആ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് കൊന്നിരുന്നല്ലോ അവൻ്റെ ഭാര്യയുടെ ശരീരമാണ്. അതുപോലെ അതിനടുത്തായിട്ട് തന്നെ ഒരു പേപ്പറിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതെടുത്ത് നമ്മുടെ ഹീറോ അങ്ങനെ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ട അച്ഛനെ, ഞാനാണ് നിന്റെ മകൻ. നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ടാണ് എന്നെ ഈ ഒരു ഭൂമിയിലേക്ക് അയച്ചത്. അവസാനമായിട്ടും നിന്നെ കൊന്ന് നിന്റെ ഭാര്യനെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവളെ കൊല്ലാനായിട്ട് ഒരിക്കലും മനസ്സ് വന്നില്ല. അതിന് കാരണം എന്താണെന്നറിയോ, ദൈവം എനിക്ക് തന്ന ആ ഒരു ജോലികളെല്ലാം ഞാൻ നല്ലതുപോലെ തന്നെ തീർക്കുകയും ചെയ്തു. ഇനി ഞാൻ തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ പോകാൻ പോവാണ്. ഇപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിട്ടിട്ട് പോകാൻ കാരണം എന്താണെന്നറിയോ, നാളെ നിന്റെ കുഞ്ഞ് ജനിച്ച് ആ ഒരു കുഞ്ഞിനെ നീ കയ്യിലെടുത്ത് അതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്നെ നിനക്ക് ഓർമ്മ വരണം. നീ കാരണം ഈ ഒരു ഭൂമിയിലേക്ക് ജനിച്ചു വീണ് ഒരു കൊടൂരമായിട്ടുള്ള ഒരാളായിട്ട് ഇത്രയും കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് നീ ഓരോ ദിവസവും ചിന്തിച്ച് ആ ഒരു വേദനയിൽ തന്നെ നീ ജീവിച്ചു തീരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിന്നെയും നിന്റെ ഭാര്യനെയും ഞാൻ വെറുതെ വിട്ടിട്ടുള്ളത്. അങ്ങനെ ഇത് ഹീറോ വായിച്ചു തീർന്നതും അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഹീറോ അങ്ങനെ ആ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് നോക്കുന്നതും നമ്മുടെ കില്ലർ പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് കില്ലറിനെയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ ഹീറോ കാരണം എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു കുറ്റബോധത്തോടെ തന്നെ ഹീറോ അതും ആലോചിച്ച് ഇനിയുള്ള കാലം ജീവിക്കുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.